പൂച്ചേനെയൊക്കെ കാണുമ്പോൾ ഒരു പുച്ഛം അല്ലേ? ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പൂച്ചയെ നിങ്ങൾക്ക് നോക്കി വളർത്താൻ പറ്റുമോ? എങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വീടും എസ്റ്റേറ്റും അടക്കം കോടികളുടെ സ്വത്താണ്. എങ്ങനെയാണെന്നല്ലേ പറഞ്ഞുതരാം. കുറച്ച് സഞ്ചരിക്കാനുണ്ട്. ഇവിടെയല്ല, അങ്ങ് ചൈനയിലാണ്, ബീജിങ്ങിലാണ്. തൻ്റെ മരണശേഷം വളർത്തു പൂച്ചയെ പരിപാലിക്കുന്നവർക്ക് മുഴുവൻ സമ്പാദ്യവും നൽകുമെന്ന് 82-കാരനായ ചൈനീസ് പൗരൻ ലോങ്. ഓക്കെ, വീട്ടിൽ ഒറ്റയ്ക്കാണ് ഇദ്ദേഹം താമസിക്കുന്നത്. ഭാര്യ 10 വർഷം മുമ്പ് മരിച്ചുപോയി. ഇവർക്ക് കുട്ടികളില്ല. ഒരു മഴക്കാലത്ത് ലോങ് ഒരു കൂട്ടം തെരുവ് പൂച്ചകൾക്ക് അഭയം നൽകിയിരുന്നു. അതിൽ സിയാൻബ എന്ന് പേരിട്ട ഒരു പൂച്ച മാത്രമാണ് ഇപ്പോഴും കൂടെയുള്ളത്. 10 വർഷം മുമ്പ് ഭാര്യ മരിച്ചുപോയി. ഇപ്പോൾ സത്യത്തിൽ ആരും അദ്ദേഹത്തിനില്ല. കുറച്ച് പൂച്ചകളെ കൊണ്ടുവന്ന് വളർത്താൻ നോക്കിയപ്പോൾ അതിൽ ഒരെണ്ണം ഒഴികെ ബാക്കിയെല്ലാം ചത്തു. അങ്ങനെ സിയാൻബ മാത്രമേ ഇനി ബാക്കിയുള്ളൂ. ആ സിയാൻബേനെ നോക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി. സിയാൻബേനെ നോക്കിയാൽ ലോങ് തൻ്റെ അപ്പാർട്ട്മെൻറ്റും എസ്റ്റേറ്റും പണവും ഉൾപ്പെടെ മുഴുവൻ സമ്പാദ്യവും നൽകും. മനസ്സിലായില്ലേ? ഒരു മാധ്യമത്തോടാണ് ലോങ് ഇക്കാര്യം പറഞ്ഞത്. പൂച്ചയെ നല്ല രീതിയിൽ പരിപാലിക്കുക എന്നതാണ് തൻ്റെ ഏക വ്യവസ്ഥയെന്നും ലോങ് പറഞ്ഞു. പൂച്ചയെ പൊന്നുപോലെ നോക്കണം, അല്ലാതെ ചുമ്മാ പേരിന് വേണ്ടി പൂച്ചയെ എടുത്ത് പിടിച്ച് 2 തടവും തടവി വിടാൻ ഓർത്താലൊന്നും നടക്കില്ല. അതിനൊക്കെ ശക്തമായ എഗ്രിമെൻറ്റ് കാണണം. അങ്ങനെ ആ പൂച്ചയെ നിങ്ങൾ മര്യാദയ്ക്ക് നോക്കി കണ്ട് വളർത്തുകയാണെങ്കിൽ വീടും എസ്റ്റേറ്റും കാശും കയ്യിലിരിക്കും. പിന്നെന്തോ വേണം? ഇപ്പോൾ പൂച്ചയൊക്കെ കുറച്ച് കുറഞ്ഞില്ലേ ഇല്ലേ? അപ്പോൾ ഇനിയിപ്പോൾ തൽക്കാലം ഓടിക്കുന്ന പൂച്ചേനെയൊക്കെ പിടിച്ച് അതിനെയൊക്കെ വളർത്തിയൊന്നും പരിശീലനം നേടി നിന്നോ ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ.